ഹലോ, ഇതെൻ്റെ ആദ്യത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് യൂട്യൂബിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ തനതായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ചക്ക പുഴുങ്ങിയെടുക്കാം എന്നാണ് ആദ്യത്തെ വീഡിയോയിൽ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ചക്കക്കാലമാണ്, മാങ്ങയുടെയും ചക്കയുടെയും ഒരുപാട് സീസണാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിക്ക് ചക്ക പുഴുങ്ങിയെടുക്കുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അടുപ്പിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഈ അടുപ്പിലും അതല്ലെങ്കിൽ ഗ്യാസിലും ഒക്കെ ചക്ക പുഴുങ്ങുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അടുപ്പിൽ പുഴുങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വേവ് നന്നായിട്ട് അറിയാനും പറ്റും. അതേസമയം നല്ല ടേസ്റ്റും കൂടുതലായിരിക്കും. അത് നമുക്ക് വേറെ കറണ്ട് അടുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസിലോ ഒന്നും നമുക്ക് ആ ഒരു ഫീൽ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ പഴഞ്ചക്ക എന്ന് പറയുന്ന ഒരു സാധാരണ ചക്കയാണുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പുഴുങ്ങാനും അതുപോലെ തന്നെ കറി വെക്കാനും ഒക്കെയാണ്. പിന്നെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ അത് വല്ലാത്ത വലിവുള്ള ചക്കയായിരിക്കും, വരിക്ക പോലെ ആയിരിക്കില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പുഴുങ്ങാൻ വേണ്ടി പോകുന്നത്. ഇത് അത്യാവശ്യം പുഴുങ്ങേണ്ട നല്ല രീതിക്ക് മൂത്തിട്ടുള്ള ഒരു ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല രീതിക്ക് 2 കഷ്ണമാക്കി കൊത്തി അത്യാവശ്യം നല്ല രീതിക്ക് അത് കട്ട് ചെയ്ത് അതിൻ്റെ മടലും ഒക്കെ കളഞ്ഞിട്ടാണ് ഈ കാണുന്ന രൂപത്തിലായിട്ട് മാറ്റിയിട്ടുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗത്തിനും ഇവിടെ ഓരോ പേരാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഓരോ ഭാഗത്തിനും ഈ ചക്കേൻ്റെ ചുള, അതുപോലെ തന്നെ പോടി, പീര, അതുപോലെ തന്നെ ചക്കക്കുരു, എങ്ങനെയൊക്കെ പേര്, പിന്നെ മടൽ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓരോ ഭാഗത്തിനും ഈ ചക്കക്ക് പറയുന്നത്. ഞങ്ങളിവിടെ ഈ ചക്ക നല്ല രീതിക്ക് ഇതിൻ്റെ ചുളയും കുരുവൊക്കെ നല്ല രീതിക്ക് മാറ്റിയെടുക്കാനും വേർതിരിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനുശേഷം ഇതൊക്കെ നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കും. ഇത് അത്യാവശ്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പൂച്ചയും ഒക്കെ ഞങ്ങളുടെ ഈ ചക്ക വെട്ടുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂച്ച ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്നതല്ല, പക്ഷെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ആൾ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടും ഒക്കെ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുത്താൽ ആൾ അവിടെ അതും തിന്ന് ചുരുണ്ട് കൂടി ഇരിക്കും. അപ്പോൾ ആൾ ഞങ്ങൾ ചക്ക കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് നോക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം എല്ലാ ചുളയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങളിത് ഇനി കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇത് നല്ല രീതിക്ക് കണ്ടോ, ഞാനിപ്പോൾ ഈ എടുക്കുന്ന ഭാഗമാണ് ഇതിനെ പോണ്ടി എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. പിന്നെ ഈ ചക്കേൻ്റെ ചുളേൻ്റെ പുറത്തുള്ള ആ വെളുത്ത ഭാഗം അത് നമ്മൾ കളയുന്നത്, അതിനെ നമ്മൾ പീര എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യില്ല, ഇതൊക്കെ ഞങ്ങൾ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. പിന്നെ ചില സമയം ഞങ്ങൾക്ക് സമയവും ടൈമും കാര്യം ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ ഞങ്ങൾ ചക്ക പുഴുങ്ങുന്ന സമയത്ത് ഇടും. പിന്നെ അത് എന്താ പറയുക, നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുത്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചക്ക പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം എല്ലാ എടുക്കുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം പീരയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാം. പിന്നെ ഇത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കിണറിൽ വെള്ളം കോരിയിട്ടാണ് ഞങ്ങൾ കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് കഴുകി എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വൃത്തിയാക്കുവാണ്. 2-3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ കഴുകാറുണ്ട്, പക്ഷെ അത്രത്തോളം കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം നമ്മുടെ ചക്ക എന്ന് പറയുന്നത് നമ്മുടെ വിഷമടിച്ചിട്ടുള്ളതോ ഒന്നുമല്ല. നമ്മുടെ വീട്ടുപറമ്പിൽ അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ സാധാരണ നല്ല രീതിക്ക് നാച്ചുറലായിട്ട് വളരുന്നൊരു സംഭവമാണ് ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിത് കഴുകി വൃത്തി ഒരു കലത്തിനുള്ളിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ഒരു കലം നിറച്ചും നമുക്ക് ചക്ക ഉണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം തന്നെ ധാരാളമായിട്ട് മതിയാകും. മണിക്കൂറെങ്കിലും എടുക്കും. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഇതുകൊണ്ട് നല്ല രീതിക്ക് ചക്ക വെന്ത് കിട്ടും. അതിൻ്റെ കുരുവൊക്കെ ആദ്യമേ വെക്കും. പിന്നെ മാത്രമല്ല, നമ്മൾ ചക്ക ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ എന്താ പറയുക, അതിൻ്റെ എല്ലാ വശത്തും അത് നന്നായിട്ട് വേവുള്ളൂ. അല്ലാത്ത സമയം അത് താഴ്ഭാഗം മാത്രം വേവുള്ളൂ, മുകൾ ഭാഗം നല്ല രീതിക്ക് വേവ് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ വേവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് കൂടുന്ന സമയത്ത് അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഇളക്കി
കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നല്ല രീതിക്ക് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും, ഇടയ്ക്കൊക്കെ ഓരോന്നെടുത്ത്. അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക, ഈ ഒരു പരുവായിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് ചക്ക വെന്തിട്ടുണ്ടെന്നർത്ഥം. അങ്ങനെ ഞങ്ങൾ ചക്കയും ചക്ക പുഴുങ്ങിയതും ചമ്മന്തിയാണ് ഈവനിങ് സ്നാക്കായിട്ട് ഇന്ന് കഴിച്ചിട്ടുള്ളത്. ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.